കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലേക്ക് മണ്ണും കല്ലും ഇടിഞ്ഞു വീണു. മൂന്നാർ ഹെഡ്വാർഡ് ഡാമിന്റെ സമീപമാണ് മണ്ണിടിഞ്ഞത്. ഭാഗികമായി തടസ്സപ്പെട്ട ഗതാഗതം മണ്ണുമാറ്റി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ജെയിനസ് രാജു ടെലിഫോൺ ലൈനിലുണ്ട് വിവരങ്ങളുമായി. ജെയിൻ, ഇത് എപ്പോഴായിരുന്നു സംഭവം? നേരത്തെ മണ്ണിടിയുന്ന തരത്തിൽ അവിടെ നിർമ്മാണങ്ങൾ നടക്കുകയായിരുന്നു. എന്താണ് വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയാണ്. ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ റോഡിന്റെ വീതി കൂട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ മണ്ണെടുപ്പ് നടക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നതാണ്. അവിടെയാണ് ഇന്ന് രാവിലെ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പൂർണ്ണമായും മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ആ മേഖലയിൽ ഈ അശാസ്ത്രീയമായി മണ്ണ് എടുത്തതുകൊണ്ട് തന്നെ അവിടെ തുടർന്ന് മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ മൂന്നാർ ടൗണിനോട് ചേർന്ന് CSI പള്ളിക്ക് സമീപത്ത് അവിടെ ഭൂമിയിൽ വിള്ളൽ വീണിരുന്നു. അവിടെയും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്നു. ഇതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് നേരത്തെ തന്നെ ആക്ഷേപമായി ഉയർന്നു വന്നിരുന്നത്. നേരത്തെ അടിമാലിയിലും സമാനമായ രീതിയിൽ ഈ കമ്പനിയുടെ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലം വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും അവിടെ ഒരു ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ടും ഈ നിർമ്മാണ രീതി നിയന്ത്രിക്കാനോ അതിൽ ഇടപെടാനോ ദേശീയപാത അതോറിറ്റിയോ ജില്ലാ ഭരണകൂടമോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. ശരി, വിവരങ്ങൾ നൽകിയത് ജെയിനസ് രാജുവാണ്. അടിയന്തരമായി ഇക്കാര്യത്തിലൊരു ഇടപെടൽ ഉണ്ടാകണം. മണ്ണും കല്ലുമൊക്കെ വഴിയിലേക്ക് ഇടിഞ്ഞു വീഴുന്നുണ്ട്. വലിയ അപകടത്തിന് സാധ്യതയുള്ളതാണ്.